ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷിജി. എല്ലാവർക്കും എസ്ആർ ഹോബീസിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പഴം ഉപയോഗിച്ച് ആവിയിൽ റെഡിയാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള പലഹാരത്തിൻ്റെ വീഡിയോ ആയിട്ടാണ്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അത് തയ്യാറാക്കാൻ വേണ്ടി 2 നേന്ത്രപ്പഴമാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. വേണ്ട അവലാണ്. അവൽ 1 കപ്പ് അളവിൽ ഞാൻ മിക്സിയിൽ പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ആദ്യം ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് 1.5 കപ്പ് അളവിൽ പൊടിച്ച ശർക്കര നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നമുക്കൊന്ന് മെൽറ്റ് ചെയ്ത് എടുത്തോണ്ട് വരാം. മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ശർക്കരപ്പാനി ഉരുകണ സമയം കൊണ്ട് ഞാൻ പഴമൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അവലെടുത്ത അത്രയും തന്നെ റവപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. വറുത്തതോ വറുക്കാത്തതോ റവ എടുക്കാം. ശർക്കരപ്പാനി മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലോട്ട് നമ്മുടെ കൈവശമുള്ള നട്ട്സൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് പഴം ചേർത്ത് കൊടുക്കാം. പഴം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മതി. ഒത്തിരി അങ്ങ് വഴറ്റെടുക്കണ്ട. നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. അടുത്തായിട്ട് നമുക്കൊരു ബാറ്റർ തയ്യാറാക്കാം. അതിന് വേണ്ടി ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് 1 കപ്പ് അളവിൽ അവൽ പൊടിച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് റവപ്പൊടി ആ സെയിം അളവിൽ ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. മുന്തിരിയൊക്കെ. ഇനി ഇളം ചൂടോടുകൂടി ശർക്കരപ്പാനി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ പഴം ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഇതിലോട്ട് ഏലക്കപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ശർക്കരപ്പാനിയും കൂടെ ബാലൻസ് ഉണ്ട്, കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം. റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. എത്ര തിക്കായിട്ടാണ് കിട്ടിയത്. ഇതിലോട്ട് വളരെ കുറച്ച് മാത്രം ബേക്കിംഗ് സോഡ 1 നുള്ള് ചേർത്ത് കൊടുക്കാം. നല്ല പഞ്ഞി പോലെ ഇരിക്കാൻ വേണ്ടി, നല്ല കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ബേക്കിംഗ് സോഡയൊക്കെ ചേർത്ത് കൊടുത്തേക്കണത്. ഇത് താല്പര്യം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇത് വളരെ കുറച്ചാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതിലോട്ട് വളരെ കുറച്ച് ശർക്കരപ്പാനി കൂടെ നമുക്ക് ഒഴിച്ച് കൊടുക്കണം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. ഇഡ്ഡലി തട്ട് എടുത്തിട്ടുണ്ട്. ഇതിൽ ഓയിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഓരോ ഓയിലും നമുക്ക് ഒഴിച്ച് കൊടുക്കാം. മുകളിലൊന്ന് ലെവലും കൂടെ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് സ്റ്റീം ചെയ്തെടുത്തോണ്ട് വരാം. നേരത്തെ തന്നെ വെള്ളമൊക്കെ തിളപ്പിക്കാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. വെള്ളമൊക്കെ തിളച്ച് കിട്ടിയിട്ടുണ്ട്, വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി 20 മിനിറ്റിന് ശേഷം നോക്കാം. 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്കിന്ന് ഇതിൽ നിന്ന് എടുക്കാം. ചെറിയ ചൂട് മാറിയിട്ടുണ്ട്. ചെറിയ ചൂടുണ്ട്. നല്ല ടേസ്റ്റുള്ള പലഹാരം തന്നെയാണ്. നമ്മൾ നല്ല സോഫ്റ്റുമാണ്. പിന്നെ നമ്മൾ ആവിയിലല്ല റെഡിയാക്കിയേക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുകൂടാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.